ലേണിംഗ് വീഡിയോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബികോം സെക്കൻഡ് സെമസ്റ്റർ കോർ കോഴ്സായ ബിസിനസ് മാത്തമാറ്റിക്സിലെ ബ്ലോക്ക് 1-ലെ ആദ്യ ചാപ്റ്ററായ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, എ വെരി യൂസ്ഫുൾ ലൈഫ് topic in finance and everyday life. We will begin with the simple interest, how it works, how to use the formula, and how to convert interest rates. Basically, there are two types of calculation of interest. These two types are explained in the following tables. And first one, table 1, simple interest. Simple interest le interest calculate ചെയ്യുന്നത് ഫിക്സഡ് എമൗണ്ട് ആയിട്ടുള്ള പ്രിൻസിപ്പലിനെ ബേസ് ചെയ്ത് മാത്രമാണ്. അതിലെ ഇൻട്രസ്റ്റ് ഓരോ വർഷവും കൂടുന്നില്ല. എന്നാൽ ടേബിൾ 2 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇതാണ് ടേബിൾ 2 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഈ കേസിൽ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പലും പ്രീവിയസ് ഇയറിൻ്റെ ഇൻട്രസ്റ്റും കൂടി എല്ലാം കൂടിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റ് ഓരോ വർഷവും കൂടും. ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൂട്ടിയിട്ടാണ് നെക്സ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് വരുന്നത്. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. Now let's understand what simple interest means. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിർദ്ദിഷ്ട കാലയളവിൽ പണം വായ്പ എടുക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന അധിക തുകയാണ് സാധാരണ പലിശ അഥവാ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ഓർ I ഈസ് ഈക്വൽ ടു PRT. ഇവിടെ P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ, ദ എമൗണ്ട് ബോറോഡ് ഓർ ഡിപ്പോസിറ്റഡ്. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ഇയർ ആൻഡ് T ഈസ് ദ ടൈം പീരീഡ് ഇൻ ഇയേഴ്സ്. ദിസ് ഫോർമുല ഹെൽപ്സ് യു കാൽക്കുലേറ്റ് ഹൗ മച്ച് എക്സ്ട്രാ മണി വിൽ ബി പെയ്ഡ് ഓർ earned. Let's solve an example using the simple interest formula. A person borrows 5,000 at an interest rate of 6% per year for 2 years. What will be the simple interest? Now apply the formula. Simple interest is equal to P into R into T. ഇവിടെ P എന്ന് പറയുന്നത് 5000, R എന്ന് പറയുന്നത് 6% ആണ്. അത് ഇയറിലേക്ക് ആക്കുമ്പോൾ 6/100 ആവും. ടൈം അല്ലെങ്കിൽ T എന്ന് പറയുന്നത് 2 years ആണ്. ഫോർമുല യൂസ് ചെയ്യുമ്പോൾ 5,000 ഇൻറ്റു 6/100 ഇൻറ്റു 2. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫ്രാക്ഷനെ ഡെസിമലാക്കി മാറ്റിയിട്ടുണ്ട്. 5000 ഇൻറ്റു 0.06 ഇൻറ്റു 2. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് 600 എന്ന് കിട്ടും. സോ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് 600. Sometimes interest rates are given monthly and sometimes annually, but we must use the same time unit throughout our calculation to convert from annual to monthly divided by 12. തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ മന്താണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇയറിലേക്ക് ആക്കണം. ലെറ്റ്സ് സീ എ ഫ്യൂ എക്സാമ്പിൾസ്. 0.6% per month is equal to 0.6 into 12 is equal to 7.2% per year. 30% per year, 30 divided by 12 is equal to 2.5% per month. This helps you apply the correct rate in the formula. അപ്പോൾ ആനുവൽ തന്നിട്ട് മന്തിലേക്ക് ആക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്യുക, മന്ത്ലി തന്നിട്ട് ആനുവലിലേക്ക് ആക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ ചെയ്യുക. We can always compute the fourth by changing the formula. The time period is given in days. Change the time into year by dividing the number of days by 365. ചിലപ്പോൾ നമുക്ക് തരുന്ന ടൈം ദിവസങ്ങളായിരിക്കാം. ദിവസങ്ങളാണ് തരുന്നതെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളിന് 45 ഡേയ്സ് എന്നാണെങ്കിൽ 45 ഡിവൈഡഡ് ബൈ 365, 45/365 എന്നാണ് എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് I ഈസ് ഈക്വൽ ടു PRT. ഇതിൽ P
കണ്ടുപിടിക്കണമെങ്കിലും R കണ്ടുപിടിക്കണമെങ്കിലും T കണ്ടുപിടിക്കണമെങ്കിലും ഈ ഫോർമുലയെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The original formula is I is equal to P into R into T. To find principal ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ P is equal to 1 P ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ P is equal to I divided by R into T. To find a rate R ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ R is equal to I divided by P into T. To find a time T ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ T is equal to I divided by P into R. ഇനി ചിലപ്പോൾ വർഷങ്ങളൊക്കെ ഫ്രാക്ഷനിൽ വരാൻ സാധ്യതയുണ്ട്. 2.5 year 1.5 year എന്നൊക്കെ വരുമ്പോൾ മിക്സഡ് ഫ്രാക്ഷനിലായിരുന്നു വരുന്നത്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനിൽ വരുന്നതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കി മാറ്റണം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും മുന്നേ. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? അതിലെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ദ വോൾ നമ്പർ ബൈ ദ ഡിനോമിനേറ്റർ. ഫ്രാക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സംഖ്യ കൊണ്ട് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ സ്റ്റെപ്പ് 2 ആഡ് ദ ന്യൂമറേറ്റർ. ആ കിട്ടിയ സംഖ്യയുടെ കൂടെ ന്യൂമറേറ്ററിനെ ആഡ് ചെയ്യണം. സ്റ്റെപ്പ് 3 റൈറ്റ് ദ റിസൾട്ട് ഓവർ ദ ഒറിജിനൽ ഡിനോമിനേറ്റർ. റിസൾട്ട് ന്യൂമറേറ്റർ ആയിട്ടും ആദ്യം ഉണ്ടായിരുന്ന ഡിനോമിനേറ്റർ വീണ്ടും അവിടെ ഡിനോമിനേറ്ററായും വരുന്നു. എക്സാമ്പിൾ 1 into 1/2 is equal to 1 into 2 plus 1 divided by 2 is equal to 3/2. A mixed fraction looks like 1 into 1/2, 2 into 3/4, etc. An improper fraction looks like 1 into 3/2, 2 into 1/2, etc. Converting to an improper fraction make it easier to calculate using the formula for simple interest. Now use this in the formula. I is equal to P into R into 3/2. Let's solve a simple interest problem where the time is given as a mixed fraction. Question: find simple interest on 3000 at 6% for 4.5 years. അതിൻ്റെ ആൻസർ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 3000 ആണ്. റേറ്റ് 6% ആണ്. സോ 6/100. ഇതിലെ ടൈം എന്ന് പറയുന്നത് 4.5 years ആണ്, 4.5 വർഷമാണ്. ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്. ഇതിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റുമ്പോൾ 9/2 എന്ന് കിട്ടും. 9/2നെ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് T4.5 എന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. ഇതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് I is equal to PRT is equal to 3000 into 6/100 into 4.5 is equal to ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ നമുക്ക് 810 എന്ന് കിട്ടും. 100ലെയും 3000ലെയും 2 പൂജ്യങ്ങൾ വെട്ടിപ്പോകും. പിന്നെ അവിടെ ബാക്കിയുള്ളത് 3000ൽ 30 ആണ്. 30 ഇൻറ്റു 6 ഇൻറ്റു 4.5. അപ്പോൾ ആൻസർ നമുക്ക് 810 എന്ന് കിട്ടും. ചിലപ്പോഴൊക്കെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓരോ ഇയറിലും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാറുണ്ട്. 3 ഇയർ ഉണ്ടെങ്കിൽ 3 ഇയറിലും വ്യത്യസ്തമായ പെർസെൻറ്റേജിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ള ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഇയറിലെ റേറ്റ് R1% എന്ന് കൊടുക്കാം. സെക്കൻഡ് ഇയറിലെ റേറ്റ് R2, 2ാം വർഷം ആയതുകൊണ്ട് R2%. തേർഡ് ഇയറിൽ R3%. ഇത് വെച്ചിട്ട് then we use a special formula. Simple interest is equal to P into ബ്രാക്കറ്റിലെ R1 പ്ലസ് R2 പ്ലസ് R3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഡിവൈഡഡ് ബൈ 100. ഇതാണ് 3% ഓരോ വർഷവും ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ 3 or 4% തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട ഫോർമുല. ഇതിനൊരു എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ
ഈ 1000 ഡിപ്പോസിറ്റ്, 1000 രൂപയുടെ ഡിപ്പോസിറ്റ്, അതിൽ ഫസ്റ്റ് പാർട്ടിറ്റ് 5%, ആദ്യത്തെ വർഷം 5%, രണ്ടാമത് 6%, മൂന്നാമത് 7%. ഇതെങ്ങനെയാണ് സൊല്യൂഷൻ ചെയ്യുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു ബ്രാക്കറ്റിൽ 5 + 6 + 7 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 100. ഇതിലെ സീറോസൊക്കെ വെട്ടിപ്പോയി കഴിയുമ്പോൾ ആൻസർ നമുക്ക് 180 എന്ന് കിട്ടും. സാധാരണ പലിശയിൽ പലിശ നിരക്ക് ഓരോ വർഷവും ഒരു ടേമിലായിരിക്കും തന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ വ്യത്യസ്തമായ നിരക്കുകളും തരാം. അന്നേരം ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് P ഇൻറ്റു R1 + R2 + R3 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് ഒരു വർഷമാണ്. ഓരോ ഭാഗത്തിനും ഭിന്ന നിരക്കുകളാണ്. 1000 രൂപ വെക്കുമ്പോൾ അതിൻ്റെ ഒന്നാം ഭാഗത്തിന് 5% കൊടുക്കുന്നതെങ്കിൽ രണ്ടാം ഭാഗത്തിന് 6% വരുന്നത്, മൂന്നാം ഭാഗത്തിന് 7% വരുന്നത്. അതായത് ഓരോ നിരക്കും ചേർത്ത് മൊത്തം പലിശ കണക്ക് കൂട്ടാം. Be a star tonight. You fill my soul with light the day we met. I don't wanna leave your side, no. Have me by your side when the sun sets.